ആ പൈപ്പ് ഒന്ന് കൂട്ടിയേ. നോക്കിയാ ആ ചിക്കൻ കറി നോക്കണം ഞാൻ കേട്ടോ. നോക്കൂലേ. ഇത്ര കാര്യമായിട്ട് ഇത് ഉണ്ടാക്കണ കുട്ടൻസ് ഒക്കെ നമുക്ക് തിരിട്ടോ. ചിക്കൻ കറിയുടെ കൂടെ അസൂയ മൂക്കുണ്ടോ? എന്നും ഉണ്ടാക്കണ മുളൂട്ടാനല്ലല്ലോ, വറുത്തരച്ച ചിക്കൻ കറി അല്ലേ. എടാ ഇതൊന്ന് പിടിച്ചു തരുമോ? എടാ ഇതൊന്ന് പിടിച്ചോണ്ടോ. ഇതിനൊക്കെ ഞാൻ വേണം. പിന്നെ ഓനെ വിളിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്ന് വിചാരിക്കും. പണ്ടുണ്ടായിരുന്നില്ലല്ലോ പേടി. ഇപ്പൊ നാട്ടുകാരെയും ചില വീട്ടുകാരെയും പേടിക്കണം. എന്നാ പേടിയില്ലാത്തവരെ വിളിച്ചോ. ഞാൻ പോണു. ഇതിനൊക്കെ എക്സ്പേർട്സ് വേണം. എന്താ ഇതൊക്കെ ഇറക്കീണ്? ഇത് ഓന് ഇഷ്ടമുള്ള കളറാണ്. ഇതൊക്കെ കുറച്ച് കൂടുതലാട്ടോ, നമ്മളെ മറക്കരുതേ. എന്തേ പേടിയുണ്ടോ? ഒരു പേടിയും ഇല്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര നല്ല ആലോചനകൾ വന്നതാ. ഓർക്കറിയില്ലല്ലോ. എടോ മര്യാദക്ക് പിടിച്ചേ. പുതിയ സാരി, ചിക്കൻ കറി, പഴയ പ്രണയത്തിന്റെ ഒരു വീതിയെ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. CPIM സംഘടിപ്പിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് വിരുദ്ധ സെമിനാറിൽ പങ്കെടുക്കില്ലെന്ന് മുസ്ലിം ലീഗ്. ബാലഗോകുല സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഉത്തര കേരളത്തിലെ +1 സീറ്റ് വിഷയത്തിൽ ഈ മാസം തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കാനഡ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യാസെൻ പാട്ടൊക്കെ ഗംഭീരം തന്നെ. ഓം വീണെങ്കിൽ ഇതൊന്നും മതിയാവൂലേ. തന്നെടി, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. വേണ്ട, എന്തേലേ നല്ലൊരു എഴുതിയ വേറെ പാട്ടുണ്ട്. അനുവാദമൊക്കെ മേടിക്കേണ്ടി വരേ. അയ്യടാ അത് നിറയ്ക്കാൻ നോക്ക്. ഉത്തര കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് പറഞ്ഞു. ഈ മാസം 16-ാം തീയതിക്ക് ശേഷം താലൂക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ എയ്ഡഡ് മേഖലയിൽ അധിക സീറ്റുകൾ അനുവദിക്കും. 16-ന് ശേഷം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്നും മൊഞ്ചത്തി അയക്കണല്ലോ. ശാശ്വത പരിഹാരം കാണാൻ ഇന്നിപ്പം ചങ്ങായി ഇങ്ങോട്ട് കൂടെ പോരുവോ? പോരട്ടെ, ഒരു കാലത്ത് എന്റെ പുറകെ ഒരുപാട് നടന്നതല്ലേ. എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ആ സ്ഥിതിച്ചാല് റീയൂണിയൻ എന്താവും നമ്മളെ മറക്കരുതേ. മറക്കണ്ടെങ്കിലേ അങ്ങോട്ട് പോരുവേ. ഞാൻ പോരണില്ലേ. ലക്ഷ്യസെൻ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസിൽ PV സിന്ധു സെമി ഫൈനലിൽ പരാജയപ്പെട്ടു. പ്ലാൻ ചെയ്ത് കൊടുത്താന്ന് പറയും. എത്ര നാള് കഴിഞ്ഞ ചെങ്ങായി കാണുന്നത്. അതന്നെ. പിന്നെ ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ വരാൻ പറ്റും. വൈകിയേ. ഓ ആനിയുടെ ഒരു കൊല്ലം മുൻപുള്ള വീട്ടിൽ കാണും. ആ വാ വാ കേറി ഒരു വാ. മാറ്റമില്ലല്ലേ? ഹായ്. ഹായ് അല്ല, നേരെ വൈകി വന്ന ഫ്രണ്ടിൽ ഇരിക്കുക. എന്താ എന്റെ ഇഷ്ടാ. ഇച്ചിരി വൈകിപ്പോയി. നമ്മൾ തുടങ്ങി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി. ലേറ്റായി പോയതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ഇതിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് 25-ാം തീയതിയാണ് പരിപാടി നമ്മൾ വിചാരിച്ചത്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച കപ്പിത്താൻ കപ്പൽ ഇപ്പൊ മെയിൻ ഗ്രൂപ്പ് ഒക്കെ റെഡി. 13 മുൻപ് അവനെ ക്ലാസ് എത്തുന്നാ ഗ്രൂപ്പ് പറഞ്ഞത്. റെഡിയാക്കിയോ? ആ റെഡി. നമുക്കൊരു കാര്യം ചെയ്താലോ, ഭക്ഷണം കഴിച്ചാലോ? അല്ല പണ്ടത്തെ പോലെ ആനിയുടെ ചുറ്റുപാത്രത്തിന് അടിയുണ്ടാവും. ഒരടിയില്ലേ മോനെ, അത് ഞാൻ ബുക്ക്. അല്ല മോനെ ഈ ഒന്നും കൊണ്ടുവന്നില്ല. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറക്കും. ഇതൊക്കെ മിസ് തുടങ്ങട്ടെ. കേട്ടോ. എന്താ ഉഷാറ്. പൊതിച്ചോറിന് വേറൊരു സ്വാദം അല്ലേ. മണു ഈ കൈയിട്ട് പോരല്ലൊരു രസം. ലേശം ചമ്മന്തിയോട്ടെ. എന്താ ഇത് രുചി. ഇവളെ അമ്മേന്റെ അതേ റെസിപ്പി കേട്ടോ. എല്ലാരും വരട്ടെ. വാ വാ വേഗം വാ. ആ ഇത് പഴയ ക്ലാസ് പോലെ ആയല്ലോ. ഹായ്, ഇതൊക്കെ മോനെ എവിടുന്നാ? മസാല കൊണ്ടടാ അലമ്പാക്കല്ലോ. എനിക്ക് മസാല കൂട്ടിട്ട് അതാണ് വന്നു. എനിക്ക് സ്പെഷ്യൽ. താങ്ക് യു. എനിക്ക് തോന്നുന്നു തിന്നാൻ പാടില്ല കേട്ടോ. ഇതുകൂടി തിന്നിട്ട് പറഞ്ഞട്ടോ. നിനക്കുണ്ടോ? ഇവനത് മുഴുവനും തിന്നു. മതിയായോ?
ഒന്ന് വീലും മൂന്ന് പേരല്ലേ കേട്ടോ ഈ രണ്ടും കൂടി തല്ലും പൊടിക്കോ. പഴയതൊക്കെ മനസ്സിൽ തെളിയും. അങ്ങനെയാണെങ്കിൽ ആനീൻ്റെ ഒരു പാട്ട് അത് എടാ, ഇനി അത് പ്രോഗ്രാമിന് പാടിയാ പോരെ. പാടിൻ്റെ ആനി. എന്നാ ഫോൺ എടുക്ക. ഇതാണോ എൻ്റെ പുതിയത്? ആ, ഇത് അനിയെ ആ പേടിപ്പിച്ച് കളഞ്ഞില്ലേ കയ്യെ ആനി പറഞ്ഞില്ല ഇത് ഞാൻ എടുത്തു. എന്നോട് എപ്പോഴും അണക്ക് ഇവിടെ ബാക്കിൽ നിന്ന് മാറാനായിട്ടില്ലേ? എങ്ങനെ മാറി? ഒക്കെ തുടങ്ങിയത് ഇവിടുന്നല്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ഈ എന്തിനാ എടുക്കണേ? എനിക്ക് വീട്ടിലില്ലേ? ആ അതുകൊണ്ട് കണക്കില്ല കേട്ടോ കറക്റ്റ് മധുരം. എനിക്ക് ഓർമ്മയില്ലേ പണ്ട് രണ്ടും കൂടി ഉണ്ടാക്കിയ പുതിരികൾ? പിന്നെ മറക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടതൊന്നുമല്ല പൂരോ, അത് കഴിഞ്ഞിട്ടാണ് മക്കളെ. അതിന് ഞങ്ങളെ ഉണ്ടായുള്ളൂ. അപ്പൊ കാറ്ററിംഗിന്റെ കാര്യം നീ ഏൽപ്പിക്കണം. എഴുതിയിട്ടുണ്ട്. അതും ഇവിടെ ജയ്സലിനെ മാഷ്മാരുടെ കാര്യം നീ നോക്കണേ. അത് ഞാൻ ചെയ്യാം. വീട്ടുകാര് ഏയ് ഇല്ല. രണ്ടും നഷ്ടടിച്ച് ഇവിടെ കൂടണ്ടേ. വീട്ടിൽ പോവാൻ നോക്ക് കേട്ടോ. എപ്പോഴോ പോയി. അനി, പണ്ടൊക്കെ സ്കൂളും ട്യൂഷനും കഴിഞ്ഞാൽ നിന്നെ കാണാൻ കിട്ടൂലല്ലോ. അപ്പോഴും ഞാൻ ഇതേപോലെ ഇവിടെ വന്ന് കിടക്കും. നമ്മുടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ സ്കൂളും വരാന്തയുമാണ്. ഈ കിടക്കണ പോലെ അന്നും ഞാൻ ഇവിടെ ഉണ്ടാവും, നീ എൻ്റെ കൂടെയും. നല്ല മൂഡിലാണല്ലോ. അതേലോ. ഏറ്റവും സങ്കടം എപ്പോഴാണെന്നറിയും? വെക്കേഷൻ ടൈമിൽ ശങ്കരേട്ടൻ്റെ പീടികയിലും കുരിശുപള്ളിയുടെ അവിടെയും അല്ലാണ്ട് നിന്നെ കാണാൻ കിട്ടൂലല്ലോ. അപ്പോഴും ഞാനിവിടെ വന്ന് ഇങ്ങനെ കിടക്കും നിൻ്റെ ഓർമ്മകളിൽ. ഇറ്റ് വാസ് സോർട്ട് ഓഫ് മെഡിറ്റേഷൻ ഫോർ മീ. സർവജ്ഞപീഠം കയറുമോ? കേറിയല്ലോ. വാ നമുക്ക് പോവാം. നീ രാവിലെ ചോദിച്ചില്ലേ അസൂയാണോ എന്ന്? അതെ, ആ പഴയ രജനീഷിനോട് എനിക്ക് അസൂയാണ്. അവന് നിന്നോടുള്ള ആ പഴയ പഴയ ചേച്ചി എനിക്ക് വട്ടാണ്. നിൻ്റെ ഈ വട്ടാണ് എന്നും എനിക്കിഷ്ടം. ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.